കുറച്ച് നാളുകൾക്ക് മുമ്പാണ് യൂത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവർ രോമാഞ്ച് എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ സിനിമയിൽ എന്താ ഒരു കഥ പോലും ഇല്ലല്ലോ. അപ്പോൾ ഒരു പയ്യൻ എന്നോട് തർക്കിച്ചു. അവൻ പറഞ്ഞു, അതിലെന്താ കുഴപ്പം, നല്ല വൈബുള്ള സിനിമയാണ്. ഞാൻ പറഞ്ഞു, ഒരു വൈബും ഇല്ല അതിൻ്റെ അകത്ത്. അതുമാത്രമല്ല, നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിന് ചേരാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓജോ ബോർഡ്. അപ്പം പറഞ്ഞു, അതെന്താ ഓജോ ബോർഡ് നമ്മുടെ വിശ്വാസത്തിനെതിരെ എന്താ? ഞാൻ പറഞ്ഞു, വിശ്വാസത്തിനെതിരാണത്, പക്ഷെ അത് ബൈബിളിലുണ്ടല്ലോ. ഞാൻ ഒരു ബൈബിളിൽ എവിടെയുണ്ട്? അവൻ പറഞ്ഞു, രൂപാന്തരീകരണം എടുത്ത് വായിച്ചു നോക്കിയേ, ഈശോയും 3 ശിഷ്യന്മാരും കൂടി മലയിലേക്ക് പോകുന്നു, അവിടെ വെച്ചിട്ട് അവർ ഓജോ ബോർഡ് കളിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, എവിടെ കളിക്കുന്നുണ്ട്? അവർ മരിച്ചുപോയ മോശയോടും ഏലിയായോടും ഈശോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? മരിച്ചുപോയ ആത്മാക്കൾ വിളിച്ചു വരുത്തി സംസാരിക്കണമല്ല, അതല്ല ഓജോ ബോർഡ് എന്ന് പറഞ്ഞേ. ഞാൻ വിളിച്ചു പോയി, കാരണം നമ്മുടെ പിള്ളേരുടെ ലെവൽ വേറെയാണ്. ഇത് ഗോസ്പൽ ട്രാൻസ്ഫിഗറേഷനാണ്, രൂപാന്തരീകരണമാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രൂപാന്തരീകരണത്തിലൂടെ സംസാരിക്കുക. ഒന്ന്, ഈശോ പഴയ നിയമമായിട്ട് കണക്റ്റഡാണ്. നിയമവും പ്രവാചകന്മാരുടെയും ഫുൾഫിൽമെൻ്റാണ് ഈശോ എന്നാണ് ഈ ഭാഗം പറയുക. ഏലിയായും മോശയും ഒന്ന് നിൽക്കുമ്പോൾ നിയമത്തിൻ്റെയും പ്രവാചകൻ്റെയും ഫുൾഫിൽമെൻറ്റ്. രണ്ടാമത്തത്, ദർ ഇസ് ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ഈ മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട്, ഒരു ജീവിതമുണ്ടെന്ന് കൃത്യമായിട്ട് കാണിക്കുക. കാരണം മരിച്ചുപോയ 2 പേരാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ സ്വർഗത്തിൻ്റെ ഒരു കഷ്ണമാണ് ഇവർ കാണുന്നത്. ഈ ഭൂമിയിൽ ജീവിതം ഇവിടെ തീരുന്നില്ല, നമുക്കൊരു ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഉണ്ടെന്ന് കൃത്യമായി ട്രാൻസ്ഫിഗറേഷൻ നമ്മളോട് പറയാൻ. മൂന്നാമത്തത്, സ്വർഗപിതാവിൻ്റെ സ്വരം കേൾക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. അപ്പോൾ ഈശോ സൺ ഓഫ് ഗോഡ് എന്ന് കൃത്യമായൊരു കൺവേ നടക്കുകയാണ്. പത്രോസ് ആകെ എക്സൈറ്റഡ് ആവുകയാണ്. പത്രോസ് എത്രയോ അത്ഭുതങ്ങൾ ഈശോയുടെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ പത്രോസിനെ കണ്ടിട്ടില്ല. നമുക്കിവിടെ 3 കൂടാരങ്ങൾ പണിയാം. അവൻ എന്താണ് പറയുന്നതെന്ന് അവൻ്റെ നിശ്ചയമില്ലായിരുന്നു എന്നാണ് സുവിശേഷം പറയുക. കാരണം ബ്ലാക്ക് ഔട്ടായി പോവാണ് പത്രോസ്. ഇത്രയും വലിയൊരു കാര്യം കണ്ടിട്ടില്ല ജീവിതത്തിൽ. രൂപാന്തരീകരണം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ട്രെയിലറാണ്, സ്വർഗത്തിൻ്റെ ചെറിയ കഷ്ണം കാണുകയാണ്. പിക്ചർ അബീബി ബാക്കിയേ.